ഞാൻ മലബാർ ഏരിയയിൽ നിന്ന് വരികയാണ്. ഒരു കൾച്ചർ എന്നാണ് എന്ത് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫുഡ് കഴിച്ച് രോഗം വന്ന് മരിക്കുക എന്നുള്ളത് ഒരു പോർഷൻ. പക്ഷെ അങ്ങനെ അല്ലാതെ എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട്? ഫുഡ് കഴിക്കാൻ മാത്രം, ഫുഡിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത എത്ര കാര്യങ്ങളുണ്ട്. ഞങ്ങള് സന്തോഷമുള്ള ടൈമിൽ ഭക്ഷണം, നമ്മൾ ജീവിക്കുന്നതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഈ ഭക്ഷണത്തിലൂടെ ആ കിട്ടുന്ന ആ സന്തോഷം, അത് ഇപ്പൊ ഒരു ഭക്ഷണം കഴിക്കാതെ ഹെൽത്തി പ്രോട്ടീൻ നോക്കി നടന്നിട്ട് പെട്ടെന്ന് മരിച്ചോ എന്ത് ചെയ്യും? ഭക്ഷണം ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു, ഓക്കെ. പക്ഷേ ജീവിക്കരുത്. തലമുറയെ നശിച്ചുകൊണ്ട് ബിസിനസ്സിന് മാത്രം ലാക്കാക്കിക്കൊണ്ട് ആവരുത്. കാര്യം പറയാനുള്ള ഞാൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകം പറയാം. നമ്മള് ഇവിടെ പറഞ്ഞു കരിഞ്ഞ ഇത് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കരുത്, കളറുകൾ കൊടുക്കരുത്, പ്രിസർവേറ്റീവ്സ് കുറയ്ക്കരുത്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഭക്ഷണത്തെ പാരമ്പര്യ ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നതിൽ കാര്യമില്ലാതെ ഞാൻ പറഞ്ഞോളൂ. എപ്പോഴും നല്ല ഭക്ഷണത്തിന്റെ നിർവചനത്തില് നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഭക്ഷണം ശരീരത്തിന് ഹാനികരമാണോ അത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇതിലെ ഈ ചർച്ച ഇങ്ങനെയൊക്കെ പോയാലും നമ്മൾ കേരളത്തിന്റെ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഓരോ കുടുംബത്തിന്റെയും ചെലവ് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം 3000 രൂപ, രോഗികളുടെ എണ്ണം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കേരളം മൊത്തം ചിന്തിക്കേണ്ടതാണ്. ഇത് ഭക്ഷണത്തിൽ ഇതിലൊരു നിർണായക പങ്കുണ്ട് ഇതില്. അതിപ്പോ ഫാസ്റ്റ് ഫുഡാണോ, ട്രൈബൽ ഫുഡാണോ എന്നൊന്നുമല്ല. പിന്നെ നമ്മള് അസമയത്തുള്ള ഭക്ഷണം, പിന്നെ കരിച്ചത് പുകച്ചത് കഴിക്കുന്നത്. നമ്മൾ പണ്ട് ചുട്ടത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പണ്ട് അടുക്കള എന്ന് പറഞ്ഞാൽ പാചകപ്പുര മാത്രമല്ല, ഒരു അടുക്കള വൈദ്യത്തിന്റെ, അമ്മൂമ്മ വൈദ്യത്തിന്റെ ഒരു ഇടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന രോഗങ്ങൾക്കൊക്കെ മറുപടി അടുക്കളയിലുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള അടുക്കളകൾ ഇല്ലാതെ പോയി. നമ്മളുടെ വീട്ടിലുള്ള ആടലോടകത്തിൻ്റെയോ അല്ലെങ്കിൽ പനിക്കൂർക്കലയുടെയോ ഒരു മാന്ത്രിക സിദ്ധിയും അറിയാത്ത ഒരു തലമുറയാണ് ഇപ്പൊ ജീവിച്ചു പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.